ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നുള്ളത് രാജസ്ഥാനിലെ സദേൺ റീജിയനിലെ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റിയിലാണ് ഉദയ്പൂർ. ഉദയ്പൂരിനെ പോപ്പുലർലി പറയുന്നൊരു പേരാണ് കേട്ടോ സിറ്റി ഓഫ് ലേക്സ് എന്നുള്ളത്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. 5 ബ്യൂട്ടിഫുൾ മേജർ ലേക്സിനാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു ഉദയ്പൂർ സിറ്റി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സിറ്റി ഓഫ് ലേക്സ് എന്ന പേര് വന്നതും. 1559 മഹാറാണ ഉദയ് സിംഗ് ഈ ഒരു സിറ്റി കണ്ടുപിടിക്കുന്നത്. പിന്നെ ഉദയ്പൂർ സിറ്റി കണ്ടുപിടിച്ചതിൻ്റെ പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഈ രാജസ്ഥാനൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിൽ പണ്ടുണ്ടായിരുന്നത് 5-6 കിങ്ഡംസ് ആയിരുന്നു. അതിൽ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നു മെവാർ എന്ന് പറയുന്നത്. അന്ന് ഈ മെവാറിന്റെ ക്യാപിറ്റലായിരുന്നു ചിത്തോർഗ എന്ന് പറയുന്ന ഒരു പ്ലേസ്. ഇത് ഉദയ് സിംഗിന്റെയൊക്കെ പ്ലേസ് ആയിരുന്നു. മഹാറാണ ഉദയ് സിംഗ് സൂര്യദേവന്റെ പിൻഗാമികളായിരുന്ന സിസോഡിയൻ രാജവംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള യോദ്ധാക്കളെന്നായിരുന്നു ഇവരെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ ഒരു ചിത്തോർഗ അക്ബറൊക്കെ വന്നതോടുകൂടി അവരെ ആക്രമിച്ച് കൈക്കലാക്കുകയും ഇവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്ഥലം പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം മഹാറാണ ഉദയ് സിംഗ് ഈ ആരവല്ലി മലനിരകളിലൂടെ ഇങ്ങനെ വേട്ടയാടുക പോകുന്ന സമയത്ത് അദ്ദേഹം ബിച്ചോല ലേക്കിന് അരികിലായിട്ടൊരു മഹർഷിയെ കണ്ടുമുട്ടി. അങ്ങനെ ഈ ഒരു മഹർഷിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഉദയ് സിംഗിനെ ഇങ്ങനെ ബ്ലെസ് ചെയ്തിട്ട് ഒരു അഡ്വൈസ് കൊടുത്തു. ഇത് നല്ലൊരു നാടാണ്, നല്ല ഫെർട്ടൈൽ വാലി ഉള്ളൊരു സ്ഥലമാണ്, ചുറ്റിനും നിറയെ തടാകങ്ങളുണ്ട്, നല്ലൊരു ഉയരത്തിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. പിന്നെ ചുറ്റിനും കുറേ മൗണ്ടെയ്ൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അങ്ങനെ എനിമീസ് ഒന്നും വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ളൊരു നാടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നല്ലൊരു പാലസ് പണിതുകൂടാന്ന് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തു. ആ ഒരു അഡ്വൈസിന്റെ പുറത്താണ് ഈ ഒരു ഉദയ്പൂർ സിറ്റിയും സിറ്റി പാലസൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. ഇതിന് ശേഷമാണ് മേവറിന്റെ ക്യാപിറ്റൽ ചിത്തോർഗ മാറി ഉദയ്പൂർ ആയിട്ട് മാറുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ ഏറ്റവും പൊക്കത്തെ ഏരിയയാണ്, റൂഫ് ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ പൂജയൊക്കെ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക മണിയടി ശബ്ദമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാമായിരുന്നു. ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിരുന്നു. പൂരി ഉണ്ടായിരുന്നു, പോഹ ഉണ്ടായി, ഓംലെറ്റ്, സാൻഡ്വിച്ച്, ഇതൊക്കെയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ നേരെ പോകുന്നത് നമ്മൾ സജൻഗഡ് ഫോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി അറ്റത്താണ് കിടക്കുന്നത്. ഇത് കുറച്ച് ഇടുങ്ങിയ റോഡാണ്, അതുകൊണ്ട് ടെമ്പോ ട്രാവലറൊന്നും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് സജൻഗഡ് ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഏരിയയിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. അതിനുശേഷം സെപ്പറേറ്റ് ഒരു വണ്ടിയും കൂടി ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടിക്ക് എക്സ്ട്രാ നമ്മൾ ചാർജ് കൊടുക്കണം. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പാടില്ല. അപ്പോൾ അവരുടെ വെഹിക്കിളിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഞങ്ങളൊരു ജീപ്പ് എടുത്തിട്ടാണ് പോയത്. ഞാൻ ഉദയ്പൂർ സിറ്റിയുടെ ഹിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മേവർ രാജവംശത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിലത്തെ 72ാമത്തെ ഭരണാധികാരിയായിട്ടുള്ള മഹാറാണ സജ്ജൻ സിംഗ് ആണ് 1884 ഈ ആരവല്ലി മലനിരകളുടെ മുകളിലായിട്ട് സജ്ജൻഗർ കോട്ട് സ്ഥാപിച്ചത്. പിന്നെ സജ്ജൻഗർ കോട്ടേനെ വേറൊരു പേരും കൂടി പറയാറുണ്ട് കേട്ടോ, മൺസൂൺ പാലസ് എന്നും പറയാറുണ്ട്. ഈ ഒരു പാലസ് ഇരിക്കുന്നത് ഈ ഒരു ഉദയ്പൂർ സിറ്റിയുടെ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കിലാണ് ഇരിക്കുന്നത്. ഈ കോട്ടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉദയ്പൂർ സിറ്റി മൊത്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പിന്നെ മൺസൂൺ പാലസ് എന്ന് പേര് വരാനൊരു കാരണം ഈ മഴക്കാലത്ത് ഈ മഴമേഘങ്ങളെയൊക്കെ അടുത്ത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സജ്ജൻ സിംഗ് ഈ അരവല്ലി കുന്നിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. കോട്ടയുടെ പുറത്തുള്ള കാഴ്ചകളെ കണ്ട ശേഷം നമ്മളിത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഹോളിൻ്റെ നടുക്കായിട്ട് സജ്ജൻ സിംഗിൻ്റെ ഒരു വലിയ പ്രതിമ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ള വിവിധ ഇനം പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഉണ്ടായി. പിന്നെ മഹാറാണ സജ്ജൻ സിംഗിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ സൈഡിലത്തെ റൂമിലേക്ക് കയറി. അങ്ങോട്ട് കയറിയപ്പോൾ 2 ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സജ്ജൻ സിംഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള മഹാറാണ ഫത്തേ സിംഗിൻ്റെ ഫോട്ടോ ആയിരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് ഈ ഒരു ഹോളിലേക്ക് വരുമ്പോൾ ഈ സജ്ജൻഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ള പക്ഷികളുടെ നമ്മൾ കാണാത്ത തരത്തിലുള്ള മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ അല്ല, ഈ സ്റ്റാച്യൂസ് ഇങ്ങനെ ചില്ലും കൂട്ടിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് ഈ ഒരു പാലസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ലേക്സ് ഒരുമിച്ച് ഒരേ സമയം കാണാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ ഒക്ടോപസി, ചീറ്റാകൾ പോലുള്ള ഹോളിവുഡ് ബോളിവുഡ് മൂവീസൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള സജങ്കർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു കാഴ്ചയാണ്. ഇവിടെ പുലിയും അപൂർവേന പക്ഷിമൃഗാദികളും മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു വലിയ കാടാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ സജ്ജൻഗഡ് ഫോർട്ട് ഒക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ഫത്തേ സാഗറിലേക്ക് ബോട്ട് റൈഡിനാണ്. അപ്പോൾ ഞങ്ങൾ പോയത് മെവാർ ബോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നെങ്കിൽ ഉദയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് മോട്ടോർ ബോട്ടും ഉണ്ട്, സ്പീഡ് ബോട്ടും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അതിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മോട്ടോർ ബോട്ടാണ് എടുത്തത് കേട്ടോ. അതിൽ കയറാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് നമ്മളെ ഒരു ലേക്കിലൂടെ എല്ലാ സ്ഥലങ്ങളും അവർ ചുറ്റി കാണിക്കും. പിന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ അങ്ങനെ ആസ്വാദനമൊന്നും നടന്നില്ല. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സൺസെറ്റിൻ്റെ ആ ഒരു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാം. പിന്നെ നമുക്ക് ഇവർ ലൈഫ് ജാക്കറ്റൊക്കെ കയറുമ്പോൾ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ഉദയ്പൂർ സിറ്റി ഉണ്ടാവാനുള്ളൊരു കാരണം ഒരു മഹർഷിയും അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് കേട്ട മഹാറാണ ഉദയ് സിംഗും ആണെന്നും. അങ്ങനെയൊരു മഹാറാണ ഉദയ് സിംഗ് ഈ മഹർഷിയുടെ അഡ്വൈസ് കേട്ടിട്ട് ഈ ഒരു ഉദയ്പൂർ സിറ്റിയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പാലസാണ് ഈ കാണുന്ന സിറ്റി പാലസ്. ഈ ഒരു സിറ്റി പാലസിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 16th സെഞ്ച്വറിയിലാണ്. പിന്നെ ഇതിൻ്റെ ഏകദേശം മൊത്തം പണിയൊക്കെ പൂർത്തീകരിക്കാനായിട്ട് 400 വർഷം എടുത്തു. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് പാലസുമായിട്ടാണ് സിറ്റി പാലസ് അറിയപ്പെടുന്നത്. Pratap was on horse Chetak. When he attacked, the Man Singh was hiding behind the master. Elephant Trunk was having a sword. He cut down the feet of the Chetak horse. Then Chetak left the battlefield. He ran with 3 legs, 5 kilometers. He jumped the stream, then horse died. So he was very faithful and loyal horse.
like an elephant. When horse goes near elephant, the elephant will be afraid. So Rana Pratap used artificial moss. The elephant thought that this is a baby elephant. Break the head, not for lassi. It look like for lassi. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ പറയുന്ന പേരാണ് നൗചൗക്കി മഹൽ എന്ന്. ഇതാണ് സിറ്റി പാൽസിൻ്റെ ഫൗണ്ടേഷൻ ഏരിയ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഉദയ്പൂർ സിറ്റിയും സിറ്റി പാൽസൊക്കെ ഉണ്ടാകാനൊരു കാരണം ഒരു മഹർഷിയുടെ അഡ്വൈസ് കൊണ്ടാണെന്നുള്ളത്. ആ ഒരു മഹർഷിയുടെ പേരാണ് ഗോസ്വാമി പ്രേംഗിരി. അദ്ദേഹത്തിൻ്റെ ഹോമകുണ്ഡം ഇരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. 1559 ഈ ഒരു സ്പോട്ടിലാണ് മഹാറാണ ഉദയ് സിംഗിനോട് ഈ ഒരു പാലസ് പണിയാനായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഈ കാണുന്നത് ചന്ദ്രമഹലിനകത്തുള്ള ഒറ്റ മാർബിളിൽ തീർത്ത ഒരു ടബാണ്. ഇതിനെ ലാക്ക് കുണ്ടെന്നാണ് പറയുന്നത്. ഇത് രാജാക്കന്മാരുടെ കോറനേഷൻ ടൈം, അതായത് പട്ടാഭിഷേകത്തിൻ്റെ ടൈമിൽ ഈ ഒരു ടബ് 1,00,000 കോയിൻസ് കൊണ്ട് നിറയ്ക്കുമെന്നാണ് പറയുന്നത്. കോറനേഷൻ കഴിഞ്ഞിട്ട് ഈ കോയിൻസ് എല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഗാർഡൻ പാൽസിലേക്കാണ്. എനിക്ക് കുറച്ച് അത്ഭുതമൊക്കെ തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ ചെടികളും മരങ്ങളൊക്കെ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ്. ഈ ഒരു കെട്ടിടമാണ് ഇതിന് ചുറ്റുമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ രാജാക്കന്മാരൊക്കെ ഹോളി സെലിബ്രേറ്റ് ചെയ്തിരുന്നതെന്നും പറയുന്നുണ്ട്. ഇതാണ് സിറ്റി പാൽസിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. എന്താണല്ലേ, പണ്ടുള്ള കുറേ ആർക്കിടെക്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളി പോകുന്ന രീതിയിലാണ് പണിത് വെച്ചിട്ടുള്ളത്. नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं നമ്മളിതേ ഇപ്പോൾ പോകുന്നത് സിൽവർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഇത് ഇപ്പം കാണുന്നത് സിൽവർ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു കല്യാണ മണ്ഡപമാണ്. ഈ റോയൽസിൻ്റെയൊക്കെ വെഡ്ഡിങ് സെറമണീസൊക്കെ നടക്കുന്നത് ദേ ഇവിടെ വെച്ചിട്ടാണ്.
നമ്മളൊരു ദാൽബാട്ടി താളി കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറ്റി പാലസിൻ്റെ ഉള്ളിലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നും. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ബട്ടർ മിൽക്കും കൂടി കിട്ടും കേട്ടോ, ഫ്രീ ആയിട്ട്. അത് കുടിച്ചപ്പോൾ ഉണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു ആശ്വാസമായിരുന്നു. നമ്മളിങ്ങനെ ഫുള്ള് ഈ ഒരു സിറ്റി പാലസ് കറങ്ങി നടന്ന് കാണുകയാണല്ലോ, മൊത്തം ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇത് കുടിച്ചപ്പോഴത്തേക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായി, 2-3 സാരീസൊക്കെ എടുത്തിട്ടുണ്ടായി. നമുക്ക് ഭയങ്കര വിലക്കുറവിൽ നല്ല ക്വാളിറ്റി സാരീസ് ഇവിടെ നിന്ന് കിട്ടും. ഈ കാണുന്നത് സിറ്റി പാലസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു താജ് ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റി പാലസിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ വൈകുന്നേരമായി. ഇനി നമ്മൾ പിച്ചോല ലേക്കിലൂടെ ഒരു ബോട്ട് യാത്രയ്ക്ക് പോവുകയാണ് ജഗ്നിവാസ് പാലസിലേക്ക്. അപ്പോൾ പറ്റിയൊരു അന്തരീക്ഷമാണ്. ആ വെയിലെല്ലാം പോയി വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് റിലാക്സ് ചെയ്ത് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് ബോട്ടിലൂടെ പോവാം. അങ്ങനെ നമ്മുടെ ഉദയ്പൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ നല്ല നല്ല പ്ലേസസിൽ നമ്മളിന്ന് പോയി. നിങ്ങൾ ഉദയ്പൂർ വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാണ്ട് ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ അങ്ങോട്ട് ഇട്ടോ. പിന്നെ ഇഷ്ടമായില്ലേ ഡിസ്ലൈക്ക് ചെയ്തോട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് വേറൊരു സിറ്റി ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.